bounds. വെൽക്കം ഗൈസ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ വെപ്പൺ മാസ്റ്റർ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള അച്ചീവ്മെൻറ്റ്സ് എടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, വെപ്പൺ മാസ്റ്റർ പോലത്തെ കുറേ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. അത് നമ്മുടെ ടൈറ്റിൽസ് ആയിട്ട് നമുക്ക് വരും. നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ മണ്ടയ്ക്കാണ്. ഇപ്പോൾ ലോബിയിലാണെങ്കിലും സ്റ്റാർട്ടിങ് പോയിന്റിലാണെങ്കിലും നമ്മുടെ തലയുടെ മണ്ടയ്ക്ക് കാണും. അപ്പോൾ ഇതങ്ങനെ ഈസിയിൽ കിട്ടാമെന്നാണ് പറയുന്നത്. അപ്പം വെപ്പൺ മാസ്റ്റർ ആണെങ്കിൽ കുറേ ഗൺസ് വെച്ച് നമുക്ക് കൊല്ലാനുണ്ട്. അതിനകത്ത് ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ പാടാണ്. എന്ന് വെച്ചാൽ ഒന്ന് വെഹിക്കിൾ വെച്ചിട്ട്, രണ്ടാമത് ഗ്രനേഡ് വെച്ചിട്ട്, മൂന്നാമത് പിന്നെ ഷോട്ട് ഗൺ വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഷോട്ട് ഗൺ കൈക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ഈസി വേയിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഡുവോയോ സ്ക്വാഡോ സോളോ എന്ത് വേണമെങ്കിലും കളിക്കാം ഇതിൽ. പക്ഷേ നിങ്ങൾ കളിക്കുന്ന സെർവറിലും ഇപ്പം ഡുവോ ആണെങ്കിൽ ഡുവോയിൽ ഏതിലാണെങ്കിലും നിങ്ങൾ പ്ലാറ്റിനത്തിന് മണ്ടയ്ക്കോ ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പം കളിക്കുന്നത് ഞാൻ ഓട്ടോ മാച്ച് ഓഫ് ആക്കിയിട്ടേക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ആ മാപ്പിൽ നമ്മുടെ പ്ലെയിൻ പോകുന്ന ഒരു വര നിങ്ങൾ കണ്ടു. അപ്പോൾ ആ വര എൻഡ് ചെയ്യുന്നത് കരയിൽ തന്നെയാണ്, അത് വെള്ളത്തിനകത്തല്ല നിൽക്കുന്നത്. അപ്പം നിങ്ങൾ അതുപോലുള്ള റൂട്ട് തന്നെ എടുക്കുക. അല്ലാത്താണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാം, ഇതിൻ്റെ എൻഡ് ചെന്ന് നിരുന്ന ഒരു ഭൂമിയിൽ തന്നെയല്ല, വെള്ളത്തിനകത്തല്ല പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ തന്നെ നിങ്ങൾ നോക്കിയെടുക്കുക. അല്ലാത്താണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുക, ഒന്നുകൂടെ കയറിയാൽ മതി. നിങ്ങളുടെ റാങ്ക് ഒന്നും താഴെ പോകത്തില്ല. എക്സിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതെപ്പം കിട്ടുന്നത് അത് രണ്ടും ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു കളി കിട്ടിയില്ലെങ്കിൽ അടുത്ത കളി ഉറപ്പായിട്ടും അത് കരയിലുള്ളത് തന്നെയായിരിക്കും. അപ്പം നിങ്ങളങ്ങനെ കയറുക. കയറിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജമ്പ് ചെയ്യരുത്. നിങ്ങൾ ലാസ്റ്റ് വരെ പ്ലെയിനിലിരിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് പ്ലെയിൻ നിങ്ങളെ എടുത്ത് വെളിയിൽ കളയുമ്പം മാത്രമേ നിങ്ങൾ പോകത്തുള്ളൂ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും ജമ്പ് ചെയ്യരുത്. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മളിങ്ങനെ ലാസ്റ്റ് വരെ നിൽക്കുമ്പോൾ ചില ഇന്നാക്റ്റീവ് പ്ലേയേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നെറ്റ് പോയവർ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയവരൊക്കെ ഇന്നാക്റ്റീവ് പ്ലേയേഴ്സ് ഇപ്പം നമ്മുടെ കൂടെ ചാടി. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എൻ്റെ കൂടെ 3 പേര് ചാടിയിട്ടുണ്ട്. അവരിത് താഴോട്ട് പോകുന്നൊന്നുമില്ല, അവരിങ്ങനെ സാധാ രീതിയിൽ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ഓൺലൈനിലില്ല, അവർ ഓഫ്ലൈനായി പോയ പ്ലേയേഴ്സാണ്. അപ്പം നിങ്ങൾക്ക് ഇവരെ നമുക്ക് കൊല്ലാം. അപ്പം നിങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ പോയി കുറച്ച് ഗണ്ണെടുക്കുക. എന്ന് വെച്ചാൽ ഇവർ വരുന്നതിന് നിങ്ങൾ ഇവരെ കണ്ടിട്ട്, ഇപ്പം അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവരെ മാത്രമല്ല കൊല്ലാവുന്നത്, നിങ്ങൾക്ക് ഇവരുടെ കൂടെ ഇപ്പോൾ ഇവർ താഴെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഗണ്ണെടുക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് പോയി ഗണ്ണെടുത്തിട്ട് വരണം. കാരണം ഈ ഗണ്ണെടുക്കാൻ പോകുന്ന സമയത്ത് ഇവരെ കൊല്ലാൻ റോബോട്ട്സ് വരും. ആ റോബോട്ട്സിനെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഗ്രനേഡ് ആദ്യം കിട്ടുന്നെങ്കിൽ ആദ്യം ഗ്രനേഡ്, പിന്നെ കാറിൻ്റെ, പിന്നെ ഷോട്ട് ഗണ്ണിൻ്റെ, ഇത് 3 ചെയ്യുക. മിനിമം നമുക്കൊരു 3 പേരെങ്കിലും കിട്ടും, അതിൽ കൂടുതലും ചിലപ്പം കിട്ടുമായിരിക്കും. അപ്പം അതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് കിട്ടുന്ന ഗണ്ണ് വെച്ചിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി പിന്നെ നിങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പം ആദ്യം തന്നെ നിങ്ങൾ ഷോട്ട് ഗണ്ണിൻ്റെയും ഗ്രനേഡിൻ്റെയും വെഹിക്കിളിൻ്റെയും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കിയെല്ലാം എളുപ്പമാണ്. ബാക്കി സ്നൈപ്പർ നിങ്ങൾക്ക് ഒബീസിൽ പിന്നെ കിട്ടും. പിന്നെ അത് SMG വെച്ച് നമ്മൾ ഇപ്പോൾ UMP തന്നെ എടുക്കുക. SMG ആണെങ്കിൽ നിങ്ങൾ UMP തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പം ഇച്ചിരി ലോങ് റേഞ്ചൊക്കെ കിട്ടി നല്ല ഗണ്ണാണ് SMGയിൽ. പിന്നെ അസോൾട്ട് റൈഫിൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ 3 കില്ല് എന്തായാലും നമുക്ക് ഉറപ്പായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. അപ്പം ആദ്യത്തെ ഷോട്ട് ഗണ്ണിൻ്റെയും വെഹിക്കിളിൻ്റെയും ഗ്രനേഡിൻ്റെയും ഇവിടെ തന്നെ ചെയ്യുക. ഇങ്ങനെ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 2 പേരെ ഇപ്പോൾ ഉണ്ട്. എനിക്കിപ്പം തന്നെ ടോട്ടൽ 2 കില്ലുണ്ട്. അതായത് ഒരെണ്ണം ഒരു റോബോട്ടായിരുന്നു. അപ്പോൾ ഞാൻ SMGയുടെ ചെയ്തു, ഷോട്ട് ഗണ്ണിൻ്റെ ചെയ്തു. എനിക്ക് പക്ഷേ ഒരു സ്നൈപ്പറാണ് കിട്ടിയത്, ഗ്രനേഡ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നേരെ സ്നൈപ്പറിൻ്റെ അങ്ങ് ചെയ്യുക. ഗ്രനേഡ് എനിക്ക് കിട്ടിയില്ല വീട്ടിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രനേഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഗ്രനേഡ് തന്നെ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരാളെ നോക്ക് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ തന്നെ നോക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്രനേഡ് ഇട്ട് കൊന്നാലും മതി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കളിയിൽ ചിക്കൻ മാസ്റ്റർ എടുത്തിട്ടില്ല. ഇത് ഞാൻ ചുമ്മാ ഒരു ഡെമോ കാണിച്ചെന്നുള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ കളിയിലാണ് ചിക്കൻ മാസ്റ്റർ കിട്ടിയത്. അതിനകത്ത് ഞാൻ ശരിക്കും ആദ്യം ചെയ്തത് വെഹിക്കിള്, ഷോട്ട് ഗണ്ണ്, ഗ്രനേഡ്, ഇതാണ് ഞാൻ ആദ്യം ചെയ്തത്. പിന്നെയാണ് ഞാൻ അസോൾട്ട് റൈഫിൾ, SMG ഒക്കെ ചെയ്തത്. അപ്പം ഇത്രയും സംഭവം നിങ്ങൾ ആദ്യത്തെ 3 എണ്ണം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ബാക്കി നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പം ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. ഞാനിത് എൻ്റെ 2 അസോൾട്ട് റൈഫിളുണ്ട്. ഞാൻ ഒരുത്തനെ കണ്ടു അവിടെ കിടക്കുന്നത്. ഞാൻ അതിനെ കില്ലെടുക്കാം. ആദ്യം അവന് നോക്ക് ഡൗൺ ചെയ്യാം. അവൻ നോക്ക് ഡൗൺ ചെയ്ത് ഇടുന്ന സമയത്ത് നമുക്ക് കാർ കൊണ്ട് വന്ന് കയറ്റാം. അഥവാ നിങ്ങൾക്ക് ആദ്യമേ കാറാണ് കിട്ടുന്നെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ റോഡിൻ്റെ അങ്ങോട്ട് ഇറങ്ങുക, കാർ എടുക്കുക, ഒരാളെ വന്ന് കൊല്ലുക. എന്നിട്ട് പോയിട്ട് ഒരു വീട്ടിൽ നിന്ന് ഗണ്ണെടുത്തുകൊണ്ട് വരിക. അപ്പം തന്നെ അവളൊരു എനിമി വരും. എനിമിയല്ല, മറ്റേ ബോട്ട് വരും. ആ ബോട്ടിനെ കൊല്ലുക. അപ്പം തന്നെ നിങ്ങൾക്ക് പിന്നെ കുറച്ച് നേരം കൂടെ നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ 2-3 ബോട്ടായിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ പയ്യെ
റോബോട്ട്സ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആ റോബോട്ട്സിൽ നിന്ന് മാത്രം ഫുൾ 6 കില്ല് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾ ഫുള്ള് നിങ്ങളുടെ കൂടെ ചാടിയ ഇനാക്റ്റീവ് പ്ലേയേഴ്സിനെ കൊന്നാലും കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ബോട്ടുകൾ വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ കൂടുതലും ഓട്ടോമാച്ച് ഓഫാക്കിയിട്ട് കളിക്കുന്നത് തന്നെ. കാരണം ഫ്രണ്ട്സ് കൂടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ പാടായിരിക്കും. കാരണം പെട്ടെന്ന് നമുക്ക് കില്ല് കിട്ടിയെന്ന് വരില്ല അത്രയധികം. ഓട്ടോമാച്ച് ഓഫായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങളിത് മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ കളിക്കുമ്പോൾ പ്ലാറ്റിനത്തിന് മേളിലായിരിക്കണം. ഇപ്പോൾ സെർവറൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ യൂറോപ്പിലൊക്കെയാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും കിട്ടാൻ. പക്ഷേ അവിടെ നിങ്ങൾ സെർവർ മാറ്റിയിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്ലാറ്റിനത്തിന് മേളിലാണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞാനിങ്ങനെ ഇനിയിപ്പം ബാക്കി കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇനിയിപ്പം ഗ്രാനൈഡൂടെ മതി. അപ്പോൾ ഈ കളിയിൽ എന്തായാലും ഞാൻ ചിക്കൻ മാസ്റ്റർ എടുത്തിട്ട് ഇത് ഞാൻ ചുമ്മാ ഒരു ഡെമോ പോലെ വീഡിയോ ചെയ്യുന്നുള്ളായിരുന്നു. ഞാൻ വേറൊരു കളിയിലാണ് ചിക്കൻ മാസ്റ്റർ എടുത്തത്. അതും ഇതേ രീതി തന്നെയാണ്, ഞാൻ ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്തത്. കുറേ എനിക്ക് 3 ഇന്നാക്റ്റീവ് പ്ലേയേഴ്സും ബാക്കി മൊത്തം ബോട്ടുമായിരുന്നു. അവരെ കൊന്നപ്പം തന്നെ എനിക്ക് ചിക്കൻ മാസ്റ്റർ കിട്ടി. ഞാൻ പിന്നെ ചുമ്മാ പോയി ചാകുമായിരുന്നു. നിങ്ങൾ ചിക്കൻ ഡിന്നർ അടിക്കണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ കാണിക്കും. എനിക്ക് ആ കളിയിൽ എനിക്ക് അതെല്ലാം ചെയ്ത് ഇതുപോലെ തന്നെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ചിക്കൻ മാസ്റ്റർ ലോബിയിൽ വന്നപ്പം കിട്ടി. 6 കില്ലേ ഉള്ളായിരുന്നു. ആ 6 കില്ല് ഞാൻ മറ്റേ ബോട്ടും പിന്നെ ഇനാക്റ്റീവ് പ്ലേയേഴ്സുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ചിക്കൻ മാസ്റ്ററൊക്കെ കിട്ടട്ടെ. നിങ്ങൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക.